ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ വീണ്ടും പ്രതി ചേർത്തു. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി കേസിലാണ് CPM നേതാവ് കൂടിയായ എ പത്മകുമാറിനെ SIT പ്രതി ചേർത്തത്. ഈ കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. നേരത്തെ സ്വർണ്ണ കട്ടിളപ്പാളി കേസിലാണ് പത്മകുമാറിനെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നത്. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം ചെമ്പായി രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചെന്നാണ് SID കണ്ടെത്തിയത്. ഇതോടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ 2 കേസിലും പത്മകുമാർ പ്രതിയായി. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടുന്ന ദിവസമായ ഇന്നാണ് രണ്ടാമത്തെ കേസിലും പ്രതി ചേർത്തുകൊണ്ടുള്ള നിർണായക റിപ്പോർട്ട് SID കോടതിക്ക് കൈമാറിയത്. 2019 ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിക്കൊണ്ടുപോയി സ്വർണം മോഷ്ടിച്ച കേസിലാണ് ഇപ്പോൾ പത്മകുമാറിനെയും പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിനിടെ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി നീട്ടി. 14 ദിവസത്തേക്കാണ് പത്മകുമാറിനെ റിമാൻഡ് ചെയ്തത്. റിമാൻഡ് കാലാവധി തീരുന്നതിനാൽ എ പത്മകുമാറിനെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് കാലാവധി നീട്ടിയത്. ഇതിനിടെയാണ് രണ്ടാമത്തെ കേസിലും പ്രതി ചേർത്ത് റിപ്പോർട്ട് കൈമാറിയത്. ഇന്നലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നീട്ടിയിരുന്നു. ഈ മാസം 8-ലേക്കാണ് നീട്ടിവെച്ചത്. ശനിയാഴ്ചയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ എ പത്മകുമാർ ജാമ്യാപേക്ഷ നൽകിയത്. രണ്ടാമത്തെ കേസിലും പ്രതി ചേർത്തതോടെ പത്മകുമാറിന് കേസിൽ കൂടുതൽ കുരുക്കാകും. ജാമ്യഹർജിയടക്കം രണ്ടാമത്തെ കേസടക്കം ചൂണ്ടിക്കാണിച്ച് പ്രോസിക്യൂഷൻ എതിർത്തേക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റംഗങ്ങളെ കൂടി പ്രതികൂട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യഹർജി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ കൈമാറിയതുൾപ്പെടെ എല്ലാ കാര്യവും കൂട്ടായെടുത്ത തീരുമാനമെന്നാണ് പത്മകുമാർ ജാമ്യഹർജിയിൽ പറയുന്നത്. മിനൂട്ട്സിൽ ചെമ്പെഴുതിയത് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണെന്നും പത്മകുമാർ പറയുന്നു. മറ്റുള്ളവരെ ഒഴിവാക്കി തന്നെ മാത്രം കുറ്റക്കാരനാക്കുന്നതിലെ എതിർപ്പാണ് ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. വീഴ്ച പറ്റിയെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ബാധ്യതയുണ്ടെന്നും തന്നെ മാത്രം വേട്ടയാടുന്നതിലെ അമർഷം കൂടിയാണ് പത്മകുമാർ ജാമ്യഹർജിയിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്ന് പുതിയ കേസ് കൂടി എടുത്തതോടെ പത്മകുമാർ ജാമ്യഹർജിയിലെ വാദത്തിലെടുക്കുന്ന നിലപാടും നിർണായകമാകും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 6ാം പ്രതിയാണ് S ശ്രീകുമാർ. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഇറക്കിയ ഉത്തരവുമായി ഇതുമായി ബന്ധപ്പെട്ട മഹസറിൽ ശ്രീകുമാറാണ് ഒപ്പിട്ടത്. ശ്രീകുമാറിന് ജാമ്യം നൽകുന്നത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നും ചോദ്യം ചെയ്യൽ കേസ് അന്വേഷണത്തിൽ നിർണായകമാണെന്നും അന്വേഷണ സംഘം വാദിച്ചു. ഇത് പരിഗണിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളി.